നമ്മുടെ പമ്പിംഗ് മേഖലയിൽ ഇനി വരാനിരിക്കുന്ന യുഗം BLDC പമ്പുകളുടേതാണ്. നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന AC പമ്പുകളെ അപേക്ഷിച്ച് ഹൈ എഫിഷ്യൻസി ഉള്ള മോട്ടറുകളാണ് ഈ BLDC പമ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. 24 വോൾട്ട് 200 വാട്ട്സിൽ വരുന്ന ഒരു സിംഗിൾ പാനലിൽ വർക്ക് ചെയ്യുന്ന BLDC പമ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൈഡിലിരിക്കുന്ന ക്ലാസിക് ബ്രാൻഡിൽ വരുന്ന 24 വോൾട്ട് 200 വാട്ട്സ് 1 ഇഞ്ച് ഡെലിവറിയിൽ മാക്സിമം 12 മീറ്റർ ഹെഡ് വരുന്ന ഒരു പമ്പാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കമ്പനി പറയുന്ന ആവറേജ് ഡിസ്ചാർജ് 6000 ലിറ്റർ പെർ അവറാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും മാക്സിമം ഡിസ്ചാർജ് എന്നാണ് നെയിം പ്ലേറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഏറ്റവും മിനിമം ഹെഡിൽ യൂസ് ചെയ്യുന്ന ഡിസ്ചാർജ് ആയിരിക്കും. അപ്പോൾ ആ മോട്ടറിൻ്റെ ഹെഡ് 12 മീറ്റർ ഉണ്ടെങ്കിൽ ഒരിക്കലും 12ാമത്തെ മീറ്ററിൽ നമുക്ക് 6000 ലിറ്റർ ഡിസ്ചാർജ് കിട്ടില്ല. മറിച്ച് അതിൻ്റെ ഏറ്റവും മിനിമം ഹെഡിലായിരിക്കും 6000 ലിറ്റർ ഡിസ്ചാർജ് കിട്ടുക. സോളാർ പമ്പുകൾ വാങ്ങാൻ നേരത്ത് എല്ലാവരും ചോദിക്കുന്ന ചില സംശയങ്ങളാണ്. ഒന്ന്, ഈ മോട്ടർ 24 വോൾട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ പാനൽ 24 വോൾട്ട് ആണെങ്കിലും നന്നായിട്ട് പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് അതിന് 35-40 വോൾട്ട് വരെ വോൾട്ടേജ് കാണിക്കാറുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട്. നമ്മുടെ BLDC പമ്പ്, ക്ലാസിക്കിൻ്റെ ഈ മോഡൽ വരുന്ന BLDC പമ്പിന് ഇൻബിൽറ്റ് ബോർഡാണുള്ളത്. 24 മുതൽ 80 വോൾട്ട് വരെയുള്ള വോൾട്ടേജ് വേരിയേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബോർഡാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിംഗിൾ പാനലിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള വേരിയേഷൻസ് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വോൾട്ടേജ് കുറയുന്നതിനും കൂടുന്നതിനും അനുസരിച്ചുള്ള ചെറിയ ഡിസ്ചാർജ് വേരിയേഷൻസും ഹെഡ് വേരിയേഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി നമ്മുടെ 24 വോൾട്ടിൻ്റെ മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ പാനലാണ് കമ്പനി റെക്കമെൻഡേഷൻ. അതൊരു 330 വാട്ട്സ് മതി എന്നാണ് കമ്പനി പറയുന്നത്. എങ്കിലും നമ്മുടെ ഒരു പ്രാക്ടിക്കലി നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് ഒരു 370 വാട്ട്സിൻ്റെ മേലുള്ള പാനലുകളിലായിരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുക. കാര്യം, നമുക്കിന്ന് 2 പാനലുകളുണ്ട്. നമ്മുടെ ഓഫീസിലെ ഇൻവെർട്ടർ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു സിംഗിൾ പാനൽ മാത്രം യൂസ് ചെയ്തായിരിക്കും നമ്മളിന്ന് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് 24 വോൾട്ട് 390 വാട്ട്സ് വരുന്ന ലൂമിനസിൻ്റെ ഒരു സിംഗിൾ പാനലാണ്. ഈ പാനലിൽ നിന്നായിരിക്കും നമ്മൾ മോട്ടർ ഇന്ന് റൺ ചെയ്യാൻ പോകുന്നത്. മറ്റേ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണ് സിംഗിൾ പാനലിലായിരിക്കും റൺ ചെയ്യുക. നമ്മുടെ പാനലിൻ്റെ പീക്ക് വോൾട്ടേജ് വരുന്നത് 41.25 ആണ്. അതായത് മാക്സിമം പ്രൊഡക്ഷൻ സമയത്ത് മാക്സിമം കിട്ടുന്നത് 41.25 ആയിരിക്കും. അതേപോലെ പീക്ക് ആംബിയർ 9.3 ആംബിയർ ആണ്. നമ്മുടെ മോട്ടർ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ 8.4 to 8.5 ആംബിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടർ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മുടെ മോട്ടർ ഈസി ആയിട്ട് ഇതിൽ റൺ ചെയ്യും. നമുക്ക് ഇതിന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ബോർഡ് ഉള്ളതുകൊണ്ട് എക്സ്റ്റേണലി വേറെ കൺട്രോളേഴ്സ് ഒന്നും ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 32 ആംസിൻ്റെ ഒരു 2 പോൾ MCB ആണ്, DC MCB ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മുടെ സിംഗിൾ പാനലിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ മോട്ടറിലേക്കുള്ള പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ MCBയിൽ നിന്ന് കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ എന്നുള്ളത്. പോസിറ്റീവും നെഗറ്റീവും തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മോട്ടർ വർക്ക് ചെയ്യില്ല. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പൊളാരിറ്റി തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓണാവാത്ത ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ഷൻ കൊടുത്തതിന് തിരിഞ്ഞ് പോയിട്ടുണ്ടാവും, നേരെ തിരിച്ച് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നിലവിൽ ഇൻപുട്ട് കൊടുത്തു, നമ്മുടെ മോട്ടറിലേക്കുള്ള ഔട്ട്പുട്ട് കൊടുത്തു. നമ്മുടെ പാനൽ ജനറേറ്റ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 42.6 വോൾട്ടാണ് നമ്മുടെ പാനലിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. നമ്മുടെ പമ്പ് നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് പോവുകയാണ്. കയ്യിൽ പ്രഷർ ഗേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.2 ബാറൊക്കെ ആയിരിക്കും ഏകദേശം ഇതിൻ്റെ റീഡിങ് കാണിക്കേണ്ടത്. കാരണം ഇത് മാക്സിമം 12 മീറ്ററേ ജനറേറ്റ് ചെയ്യുള്ളൂ. നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ പാനലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് 43.5 വോൾട്ടാണ്. നമ്മളിതാ പമ്പ് ഓൺ ചെയ്തു. പമ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ പതിയെ, ഇത് നമ്മുടെ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് സ്റ്റാർട്ടാണ്. ഇത് പതിയെ ഡ്രൈവ് ചെയ്ത് മാക്സിമം RPMത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പതിയെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് വരും. നമ്മുടെ മോട്ടറിൻ്റെ ആംബിയർ പതിയെ കൂടുകയും ചെയ്യും. ഇപ്പോഴത്തെ ആവറേജ് നമ്മൾ റണ്ണിങ് ആംബിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.3, 0.4, 0.7 അങ്ങനെ ഒന്ന് ക്ലോസപ്പ് വരെ പമ്പ് ഇതേപോലെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2.2, 2.9, 3 എത്തി. നമ്മുടെ ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 4:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വെയിലിൻ്റെ ഇൻറ്റൻസിറ്റി പയ്യൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 3.4 ഒക്കെയാണ് ആവറേജ് നമുക്കിപ്പോൾ ആംബിയർ ലോഡായിരിക്കുന്നത്. മാക്സിമം നമ്മുടെ മോട്ടർ 8 വരെ ലോഡാവും. കുറച്ചുകൂടെ വോൾട്ടേജ് കൂടുതൽ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇതാണ് ആവറേജ് ഒരു ഡിസ്ചാർജ് വരുന്നത്. ഓക്കെ, മാക്സിമം 1 ബാറാണ് നമ്മുടെ മാക്സിമം ഹെഡ്. അതായത് 12 മീറ്ററിൻ്റെ 1 ബാറിന് തൊട്ട് മേലെയാണ് ഇപ്പോൾ ലോഡായി നിൽക്കുന്നത്. അപ്പോൾ ഏതൊരു പമ്പും നമ്മളതിൻ്റെ മാക്സിമം ഹെഡിലല്ല യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം 10 മീറ്റർ 1 ബാറാണ് നമ്മൾ പ്രഷർ ലോഡ് ചെയ്തേക്കുന്നത്. 1 ബാർ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മീറ്ററാണ്. 10 മീറ്ററിലുള്ള ഡിസ്ചാർജാണ് നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാനൽ ഒന്നുകൂടെ റീപൊസിഷൻ ചെയ്തിട്ട് നമ്മൾ വെയിലത്തേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന പൊസിഷനിൽ ഡിസ്ചാർജ് കുറവായതുകൊണ്ട് നമ്മളതൊന്ന് മാറ്റി
താഴെയാണ് ഇപ്പോൾ പാനൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതിൻ്റെ ഡിസ്ചാർജ് നോക്കിയാൽ നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് നേരെ ഇരട്ടി ഡിസ്ചാർജാണ്. നല്ല ഡിസ്ചാർജ് റേഞ്ചിലേക്ക് അത് പോയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കുന്ന ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5.9 ആണ്. മാക്സിമം 8.4 ആംബിയർ വരെ കറണ്ട് എടുക്കാം. 8.4ലേക്ക് കുറച്ചുകൂടെ സപ്ലൈ വോൾട്ടേജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ഡിസ്ചാർജ് പിന്നെയും കൂടുതലുണ്ടാവും. പയ്യെ വാൽവ് ഒന്ന് ക്ലോസ് ചെയ്യാമോ? ആ വാൽവ് അതന്നെ പതിയെ. അപ്പോൾ അത് മാക്സിമം മതി. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 15 മീറ്ററോളമായി, ഏകദേശം ഒരു 14 എന്ന് വേണമെങ്കിൽ പറയാം. 14 മീറ്ററിലും ഇപ്പോൾ നമ്മുടെ ആ മോട്ടർ ഡിസ്ചാർജ് തരുന്നുണ്ട്. ആദ്യം നമ്മുടെ വോൾട്ടേജ് കുറവുള്ള സമയത്ത് ഡിസ്ചാർജ് വളരെ കുറവായിരുന്നു, 12ൽ ഷട്ട് ഓഫ് ആവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 14 മീറ്ററിലും ഇപ്പോഴും അതിന് ഡിസ്ചാർജ് ഉണ്ട്. ഒന്ന് തുറക്കാവോ? പതിയെ തുറക്കണേ. കുറച്ചുകൂടെ മതി. ഇപ്പോൾ ഏകദേശം 10 മീറ്റർ ഹെഡാണ്. നമ്മൾ 10 മീറ്റർ ഹെഡ് വെർട്ടിക്കലായിട്ട് കൊടുത്താലുള്ള ഡിസ്ചാർജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഫുൾ ഓപ്പൺ ചെയ്യാമോ? ഓക്കെ, ഇതാണ് അതിൻ്റെ ഫുൾ ഓപ്പണിങ്ങിൽ. അതായത് നമ്മൾ വാൽവ് ഫുള്ളായിട്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തതിൽ കിട്ടുന്ന ഡിസ്ചാർജാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ ആദ്യം പറഞ്ഞ പോലെ സിംഗിൾ പാനലിൽ നിന്നാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആദ്യത്തെ പൊസിഷൻ ഇപ്പോൾ ഷെയ്ഡ് വന്നു, നമ്മളത് തന്നെ പാനലൊന്ന് മാറ്റി സെറ്റ് ചെയ്തു. ഈ മോട്ടർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഈ പമ്പിൻ്റെ മാക്സിമം ഹെഡ് കമ്പനി പറയുന്നത് 12 മീറ്ററാണ്. നിങ്ങൾക്ക് കുത്തനെ 12 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പമ്പ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഏകദേശം 10 മീറ്റർ വരെ വലിയും തള്ളുകൂടം കൂടി 10 മീറ്റർ വരെ വെർട്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന് സ്വാഭാവികമായിട്ടും വരുന്ന ചില കംപ്ലയിൻറ്റുകൾ, പലരും ഇതിലെ ചെറിയ ലീഡ് വയർ കണ്ടിട്ട്, കമ്പനി ഇട്ടിരിക്കുന്ന ലീഡ് വയർ കണ്ടിട്ട് ഇതിലേക്ക് സാധാരണ AC വയറുകളാണ് കണക്ട് ചെയ്യുന്നത്. നമുക്കിതിൽ AC വയർ കണക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വയർ 4² DC വയറാണ്. അതേപോലെ നമ്മൾ ഗേജ് കൂടിയ DC വയറുകൾ മാത്രമാണ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ മോട്ടർ ഓൺ ആവാതെ വന്നാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെയാണ്. അതായത് പാനൽ പ്രോപ്പറായിട്ട് വോൾട്ടേജ് തരാത്ത സമയങ്ങളിൽ മോട്ടർ ഓൺ ആവാതിരിക്കും. ചില സമയത്ത് വോൾട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിലും മോട്ടർ ഓൺ ആവാനുള്ള ആംബിയർ ഉണ്ടാവില്ല. അപ്പോൾ 40 വോൾട്ട് ചിലർ വിളിച്ചിട്ട് പറയും 40 വോൾട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ മോട്ടർ ഓൺ ആവുന്നില്ല, അല്ലെങ്കിൽ ഓണായിട്ട് അപ്പോൾ തന്നെ ഓഫായി പോവുകയാണ്. അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. അത് പാനലിൽ നിന്ന് വോൾട്ടേജ് ഉണ്ടാവും, അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആംബിയർ മോട്ടറിന് സപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരു സമയത്ത്, അല്ലെങ്കിൽ നല്ല വെയിലിന് ഇൻറ്റൻസിറ്റി ഉള്ളൊരു സമയത്ത് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആക്ച്വലി BLDC പമ്പുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇതൊരു ഇൻറ്റേർണൽ ബോർഡുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട്, ഒരു മോട്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ നേരം, ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആംബിയൻ ടെമ്പറേച്ചർ കൂടുക. ചിലപ്പോൾ ആ ബോർഡ് പതിയെ ഹീറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉപയോഗിച്ചതിന് ശേഷം ഒരു 1/2-3 മണിക്കൂർ റെസ്റ്റ് കൊടുത്ത് അതിനൊരു കൂൾ ഓഫ് ടൈം കൊടുത്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 മണിക്കൂറിൻ്റെ ടൈം ലൈനിൽ പല തവണകളായിട്ട് ഒരു ദിവസം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈ മോട്ടറിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് 11,000 രൂപയുടെ അടുത്താണ്. അത് ഇൻക്ലൂഡിംഗ് പാഴ്സൽ ചാർജ് നമുക്ക് കേരളത്തിൽ എവിടെ എത്തിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ വീഡിയോസിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്